ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് മൈദ, അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് അതിൻ്റെ കട്ടകളെല്ലാം പൊടിഞ്ഞതിന് ശേഷം നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണം. ഇനി അടുത്തത് ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്ററിൽ ഹൈ സ്പീഡിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് 1-2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡിങ് മെത്തേഡിലൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അപ്പം അത് എടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഈ മെയിനായിട്ട് നമ്മളിപ്പം ചെയ്ത ആ ബാറ്റർ എടുത്ത് ബാറ്ററിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ മാർബിൾ കേക്കിൻ്റെ ആ ഒരു ബ്രൗൺ കളർ വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബാറ്ററാണ്. ഞാൻ ഇവിടെ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് ഇവിടെ നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവേ. മെയിനായിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ആ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ലെയറിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ലെയറോളം നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ അത് ആ ഒരു കറക്റ്റ് ലെയറായിട്ട് കിട്ടുകയുള്ളൂ. ഒരുപാട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ലെയർ ആക്കിയതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വരച്ചു കൊടുക്കാം. അപ്പം ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞ് ഡെവറ പോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബാറ്ററും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വിട്ടൊരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്